ഈ ഇടയായിട്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റ് എങ്ങടേലും പോകാമെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ദേഷ്യമുള്ള കാര്യം വേറെ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ആമിക്കുട്ടിയുടെ ചോറൂണാണ് പറശ്ശിനിക്കട വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് 4 മണിക്കായിട്ട് ഇറങ്ങുന്നത്. ഇവരിവിടുന്ന് 3:30 അങ്ങാടിപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആമിക്കുട്ടി. അവളുടെ കണ്ണിന് കൊതുക് കടിച്ചതാണ് കേട്ടോ. കൊതുക് കടിച്ച് വീർത്തിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് വെള്ളൂമ്പുറത്ത് 4 മണിക്ക് പോയിട്ട് അവിടെ ഒരു 7 മണി 7:45 ആയപ്പോൾ എത്തിട്ടോ. നല്ല റോഡായതുകൊണ്ട് ഇവർ രണ്ടുപേരും പറക്കുകയായിരുന്നു. 2 കാറിലായിട്ടാണ് പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്ക്. എല്ലാ കടകളും തുറന്നിരിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ CCTV ഇതെല്ലാം ക്യാപ്ചർ ചെയ്ത് നടക്കുന്നുണ്ട്. ചെറിയ CCTV ആണ്. നമ്മളെന്തായാലും വേഗം ഉള്ളിലോട്ട് കയറി കേട്ടോ. അപ്പോൾ പുഴേൻ്റെ അവിടെ എത്തി. അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു വ്യൂ ഒക്കെ കാണാൻ. കുറച്ച് സമയം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ അകത്തോട്ട് കയറാൻ നോക്കിട്ടോ. അകത്തോട്ട് കയറിയപ്പോഴേക്കും നമ്മുടെ ആമിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ലച്ചുവിന് പിന്നെ അവിടെ നിന്ന് പോരേണ്ടി വന്നു. പിന്നെ ലച്ചും ശിശിരയും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഫീഡിങ് റൂം ഉണ്ട്, അവിടെ പോയിട്ട് കുഞ്ഞുമാവയ്ക്ക് ഫീഡൊക്കെ ചെയ്തു. പിന്നെ അവൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഞാനും ലതമേമയും കൂടെ പോയിട്ട് മുത്തപ്പനൊക്കെ കണ്ട് തൊഴുതു കേട്ടോ. എനിക്ക് എൻ്റെ തലയിലൊക്കെ കൈവച്ച് അനുഗ്രഹിച്ചിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചോറൂൻ്റെ ടോക്കൺ നമ്പർ നമുക്ക് 74 ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ സമയം അവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെ നമ്മുടെ സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ ആമിക്കുട്ടീനെ റെഡി ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. ഉണ്ണി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ ചോറൂൻ്റെ പരിപാടികളൊക്കെ കഴിച്ചു. ഇവിടുത്തെ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലാസ്റ്റ് നിവിൻ്റെ ചോറൂൻ്റെ സമയത്ത് കഴിച്ചിരുന്നു. നിവിക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് എനിക്ക് അത്രയും കഴിക്കാൻ പറ്റിയില്ല. കാരണം നിവി ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ തന്നെ കൂടുതൽ കഴിച്ചത്. ഇപ്രാവശ്യം എന്തായാലും ആമിക്കുട്ടിയുടെ പായസത്തിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ്. കുഞ്ഞുമണി കുറച്ച് കഴിച്ചു. ചോറൂണൊക്കെ പൂർത്തിയാക്കിയിട്ട് ഉണ്ണി പിന്നെ പുറത്തോട്ട് വന്നു കേട്ടോ. അങ്ങനെ ആമിക്കുട്ടീൻ്റെ ചോറൂണ് കഴിഞ്ഞ് ആ പായസം നമുക്ക് പുറത്തേക്ക് തരും കേട്ടോ. പായസം പുറത്തോട്ട് തന്നതേ കണ്ടുള്ളൂ. ശിശിര പായസം കൊണ്ട് ഓടി. അവളല്ലേലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. അവിടെ പുറകെ ഞാനും പോയി. അങ്ങനെ അത് തീർത്ത് പിന്നെ അടുത്തത് പ്രസാദ വിതരണം. അപ്പോൾ അതും പോയി കഴിച്ച്. മമ്പയറും പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ആയിരുന്നു. പിന്നെ ചായ ഉണ്ടായിരുന്നു. ഞാൻ ചായ കുടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്താണ് ഇവിടെ കുറച്ച് ചേച്ചിമാർ കടയിട്ടുണ്ട്. രാവിലെയാണ് കെട്ടികളും കൂടെ ഉപ്പിലിട്ടത് തിന്നെ ഇറങ്ങിയിരിക്കണേ. ഒരു മടിയില്ല 2 എണ്ണത്തിനും. അങ്ങനെ അത് കയറ്റി. ചിക്കു ആണെങ്കിൽ വത്തക്ക വെള്ളമാണ് കഴിച്ചത്. അതും അടിപൊളിയായിരുന്നു. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മോരുവെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ സമയം അവിടെ നിന്നു കേട്ടോ. പക്ഷേ അവിടെ എത്താത്തതുകൊണ്ട് നമ്മൾ അടുത്ത കടയിലോട്ട് പോയി. ഇത് നിവീൻ്റെ വന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് മോരുവെള്ളം കുടിച്ചിരുന്നു. അപ്പോൾ ആ ഓർമ്മയ്ക്ക് വീണ്ടും കുടിച്ചു. നല്ലതായിരുന്നു കേട്ടോ. എല്ലാവരും മോരുവെള്ളം കുടിച്ചു. പിന്നെ അവിടുന്ന് പിസ്ത വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അതും ഷെയർ ഇട്ട് കുടിച്ചു. പിന്നെ ലച്ചുവിനും ഉണ്ണിക്കും ഉള്ളത് ഞങ്ങൾ അങ്ങോട്ട് കാറിലോട്ട് കൊണ്ടുപോയിട്ടോ. അവർ കുഞ്ഞുമാവേനെ ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരുന്നു. അങ്ങനെ ഞാനും ശിശിരയും കൂടെ അതും കൊണ്ട് പോവുകയാണ്. അവളുടെ ഈ പ്രൊഫൈൽ അത്ര ഭംഗി, അതുകൊണ്ട് എന്നെ കൊണ്ട് ആ സ്ഥലത്ത് നിന്ന് വീഡിയോ എടുപ്പിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു പറക്കലായിരുന്നു. വേണ്ടി ഇവിടെ കുറേ ഹോട്ടൽസൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ. ലാസ്റ്റ് നമുക്കൊരു ഹോട്ടൽ കിട്ടി. അവിടെ ആണെങ്കിലോ അധികം വിഭവങ്ങളൊന്നുമില്ല. പിന്നെ കൂടുതൽ പേരും പൊറോട്ടയാണ് വാങ്ങിച്ചത്. ഞാൻ രാവിലെ തന്നെ പൊറോട്ട കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് പത്തലാണ് വാങ്ങിച്ചത്. എൻ്റെ ആ പ്ലാൻ ഏതായാലും ഫ്ലോപ്പായിപ്പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പത്തലൊന്നും. പിന്നെ നല്ല ഹൈവേ ആയതുകൊണ്ട് ഇവർ കാറിൻ്റെ ടയർ എല്ലാം തൊടിക്കാതെ ഓടിക്കായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ കോഴിക്കോട് ഡിക്കാത്തലോണിലെത്തി. അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ ഈ 2 ടവലും ഒരു ടീഷർട്ടൊക്കെ വാങ്ങിച്ചു. പിന്നെ ശരത്തും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ശിശിര എന്തൊക്കെയോ ഓഫർ ഉണ്ട് എന്നൊക്കെ നോക്കിയാണ്ട് തപ്പി നടക്കുകയാണ് ശിശിരയും ലച്ചു. അങ്ങനെ അവരും കുറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അവിടെയുള്ള ഷോർട്സിൻ്റെ ഒക്കെ വില കാണിച്ച് ലതമേമനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി. അപ്പുറത്ത് ശരത്ത് എന്തൊക്കെയോ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് ഡിക്കാത്തലോണിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനൊരു 2:30 ആയപ്പോൾ എൻ്റെ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തൊട്ട് എന്നെ കാണാത്തതുകൊണ്ട് എൻ്റെ മകൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. മാമീ എന്ന് പറഞ്ഞ് ഓടി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ ആകാംക്ഷയോടെ നിന്ന് അവൻ എന്നെ കല്ലെടുത്തെറിയാണ് ചെയ്തത്. എന്തായാലും നല്ല മാതൃസ്നേഹമുള്ള പുത്രൻ. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ പറശ്ശിനിക്കടവ് യാത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.